ചിലർ പറയാറുണ്ട് ഹനഫി മദ്ഹബിൽ നിസ്കാരത്തിന് ശേഷം ദുആ ഇല്ല, ദിക്റില്ല, കൂട്ടമായിട്ടുള്ള ദുആയൊന്നുമില്ല. അതെന്തുമായിക്കോട്ടെ, ഹനഫി മദ്ഹബിലെ ഇമാമിയങ്ങൾ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് കിതാബ് വെച്ച് ആ കിതാബിൽ എന്താണ് ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അമലായി അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ ഹനഫി മദ്ഹബിന്റെ ഈ കിതാബ് വാങ്ങിത്തന്ന വ്യക്തി അല്ലാഹു തആല അവരുടെ മരണപ്പെട്ടു പോയ പിതാവിന് അല്ലാഹു തആല സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ പറയുന്ന ഇൽമിന്റെ പ്രകാശം കൊണ്ട് അല്ലാഹു തആല ആ പ്രിയപ്പെട്ട പിതാവിന് ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അൽ അദ്കാറുൽ വാരിദതു ബഅദൽ ഫർളി വമാ യുസ്തഹബ്ബു ലിൽ ഇമാമി ബഅദ സലാമിഹി. അങ്ങനെയാണ് നമ്മുടെ പാഠത്തിന്റെ അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ അങ്ങനെയാണ്. അൽ അദ്കാറുൽ വാരിദതു ബഅദൽ ഫർളി. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഹദീസിൽ വാരിദായി വന്ന ദിക്റുകൾ, അതുപോലെ വമാ യുസ്തഹബ്ബു ലിൽ ഇമാമി ബഅദ സലാമിഹി. ഇമാമ് സലാം വീട്ടിയതിന് ശേഷം ഇമാമിന് സുന്നത്താകുന്ന ചില കാര്യങ്ങൾ കൂടി. യുസന്നു അൽ ഖിയാമു ലിസ്വലാത്തി സുന്നത്തി ബഅദൽ ഫർളി. ഫർള് നിസ്കാരം കഴിഞ്ഞ ഉടനെ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കൽ സുന്നത്താണ്. സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കൽ തന്നെ സുന്നത്താണ്. എപ്പോഴ്? ഫർള് നിസ്കാരം കഴിഞ്ഞ ഉടനെ. ലാക്കിൻ പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യുസ്തഹബ്ബു അൽ ഫസ്ലു ബൈനൽ ഫർളി വസ്സുന്നത്തി. സുന്നത്ത് നിസ്കാരത്തിന്റെയും ഫർള് നിസ്കാരത്തിന്റെയും ഇടയിൽ ചെറിയ ഒരു ഗ്യാപ്പ് ഇടേണ്ടതുണ്ട്, ചെറിയൊരു വിട്ടുപിരിക്കൽ നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ബിഖൗലിഹി അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യഊദുസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം ഇത്തിബാഅൻ ലിസുന്നതി. പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിനോട് ഇത്തിബാഅ് ചെയ്യാൻ, ഇത്തിബാഅ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്തുടരാൻ വേണ്ടി മുത്തുനബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യയോട് പിന്തുടരാൻ വേണ്ടിയിട്ട് ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് ഉടനെ എന്തു പറയണം? എത്ര സമയമാണ് ഗ്യാപ്പിടേണ്ടത് അല്ലെങ്കിൽ വിട്ടുപിരിക്കേണ്ടത് ഫർള് നിസ്കാരത്തിന്റെയും സുന്നത്ത് നിസ്കാരത്തിന്റെയും ഇടയിൽ? അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യഊദുസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇത്രയും പറയുന്ന സമയം, അഥവാ ഫർള് നിസ്കാരം കഴിഞ്ഞ് ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ഇത് പറയേണ്ടുന്ന സമയമേ അവിടെ എടുക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ ഇത് പറഞ്ഞ ഉടനെ പിന്നെ എന്ത് ചെയ്യണം? സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കണം. ചില പള്ളികളിലൊക്കെ ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാൽ, ഹനഫി പള്ളികളിലാണ് കേട്ടോ, ഹനഫി പള്ളികളിലാണ്, ചില പള്ളികളിൽ കാണാറുണ്ട് ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ നീണ്ട ഒരു ദുആ. അങ്ങനെയല്ല നമ്മുടെ മദ്ഹബിൽ സുന്നത്ത്, അങ്ങനെയല്ല. പിന്നെങ്ങനെയാണ്? ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നക അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യഊദുസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ആ ഒരു ചെറിയ ദുആ, ആ ദുആ നടത്തുക. ആ ദുആ നടത്തേണ്ടുന്ന സമയമല്ലാതെ പിന്നൊരു സമയം എടുക്കരുത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, നിസ്കാരം കഴിഞ്ഞ ഉടനെ പറയാം
അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അന്തസ്സലാം, നീയാണ് രക്ഷ. അള്ളാഹുവിനോട് പറയാ, നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബിനോട് പറയാ, പടച്ചവനെ നീയാണ് രക്ഷ. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് ഞങ്ങൾക്ക് രക്ഷ കിട്ടേണ്ടത്. വഇലൈക യഊദുസ്സലാം, എല്ലാ രക്ഷകളും നിന്നിലേക്കാണ് മടങ്ങുന്നത്. തബാറക്ത, പടച്ചവനെ നീ പരിശുദ്ധനാണ്. യാ ദൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുവിന്റെ മഹോന്നതമായ ആ ഇസ്മുകൾ പറഞ്ഞ് അല്ലാഹുവിനോട് രക്ഷയെ തേടുകയാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ അല്ലാഹുവിനോട് രക്ഷയെ തേടുകയാണ്. അപ്പൊ ഈ ഒരു ലളിതമായ പ്രാർത്ഥന, ഒരു ദുആ അല്ലെങ്കിൽ ദിക്ർ, ഇത് പറയുന്ന ആ സമയം, അത്രയും സമയം മാത്രമേ ഫർള് നിസ്കാരത്തിന്റെയും സുന്നത്ത് നിസ്കാരത്തിന്റെയും ഇടയിൽ വിട്ടുപിരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യലാണ് സുന്നത്ത്. അപ്പൊ സുന്നത്ത് കിട്ടണം എങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നക അന്തസ്സലാം എന്നതിന് വേറെ ഹദീസിൽ വേറെ രീതികളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ കൂടുതലായിട്ട് പറയുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നക അന്തസ്സലാം വമിൻകസ്സലാം, പിന്നെ തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, അങ്ങനെ പറയുന്നതുണ്ട്. അല്ലാഹുമ്മ ഇന്നക അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം, അങ്ങനെ പറയുന്നതുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഹദീസിൽ വന്നത് എങ്ങനെയാണോ അതേപോലെ ആ ദുആ നിർവഹിക്കുക. അപ്പൊ ആ ദുആ നിർവഹിക്കുന്ന ടൈം, അത്രയും സമയമേ ഫർദിന്റെയും സുന്നത്തിന്റെയും ഇടയിൽ വിട്ടുപിരിക്കാൻ പാടുള്ളൂ. വൽ ഔല, ഇമാമിങ്ങൾ പറയുകയാണ്, വൽ ഔല, ഏറ്റവും നല്ലത് തഅഖീറുൽ ഔറാദി അനിസ് സുന്നത്തി, സുന്നത്ത് നിസ്കാരത്തെയും വിട്ട് പിന്തിച്ച്, അഥവാ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റും ഒക്കെ ചൊല്ലലാണ് ഏറ്റവും നല്ലത്. ഹനഫി മദ്ഹബിൽ ഏറ്റവും നല്ലത് സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞിട്ട് മതി മറ്റ് ദിക്റും ദുആയും ഒക്കെ. വയുസ്തഹബ്ബു ലിൽ ഇമാമി ബഅദ സലാമിഹി, ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ ഇമാമ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇമാമിന് സുന്നത്താണ് ബഅദ സലാമിഹി, ഇമാമ് സലാം വീട്ടിയതിന് ശേഷം അൻ യതഹവ്വല ഇലാ യസാരിഹി ലിതതവ്വുഇൻ ബഅദൽ ഫർളി, ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കാരം ഉണ്ട് എങ്കിൽ, ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ, അങ്ങനെ പറയാൻ കാരണം എന്താ? അസ്ർ നിസ്കാരം എന്ന ഫർദിന് ശേഷം പിന്നെന്തില്ല? സുന്നത്തില്ല. അതുപോലെ സുബ്ഹി നിസ്കാരത്തിന് ശേഷം സുന്നത്തില്ല. അപ്പൊ സുന്നത്ത് ഉള്ള ശേഷം സുന്നത്തുള്ള നിസ്കാരം, ഫർദ് നിസ്കാരം ഏതൊക്കെയാണ്? ളുഹർ, പിന്നെ ളുഹർ, മഗ്രിബ്, ഇശാ. അപ്പൊ ഇതുപോലെ ശേഷം സുന്നത്ത് നിസ്കാരം ഉള്ള ഫർദ് നിസ്കാരമാണെങ്കിൽ ഇമാമ് സലാം വീട്ടിയതിന് ശേഷം ഇമാമിന്റെ ഒരല്പം ഇടത്തോട്ട് നീങ്ങി നിന്ന് ഇമാമ് സുന്നത്ത് നിസ്കരിക്കണം. അത് സുന്നത്താണ്. ഫർദ് നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ നിൽക്കാതെ ഇമാം എന്ത് ചെയ്യണം? അയ്യതഹവ്വല ഇലാ യസാരിഹി, ഇമാമിന്റെ കുറച്ചും കൂടി ഇടതുഭാഗത്തേക്ക് നീങ്ങി, ഒരുപാടല്ല, കുറച്ചുകൂടി ഇടതുഭാഗത്തേക്ക് നീങ്ങി നിന്ന് ഇമാമ് സുന്നത്ത് നിസ്കരിക്കൽ എന്താണ്? സുന്നത്താണ്. സുന്നത്ത് നിസ്കാരം സുന്നത്താണ്. അതിനുവേണ്ടി ഇടത്തോട്ട് നീങ്ങി നിൽക്കലും എന്താണ്? സുന്നത്താണ്. ഇതിനൊക്കെ കൂലി കിട്ടും. ഈ സുന്നത്താണെന്ന് പറയുന്നതിനൊക്കെ എന്ത് ചെയ്യും? നമുക്ക് റബ്ബിന്റെ ഭാഗത്ത് കൂലി കിട്ടും. അങ്ങനെയാണ് കൂലി സമ്പാദിക്കുന്ന, ഒരുപാട് പ്രതിഫലങ്ങൾ സമ്പാദിക്കുന്ന. അങ്ങനെയാണ് ഒരു ഇബാദത്തില് ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടാനുള്ള വഴികളാണ് മുഅ്മിനീങ്ങൾ ചിന്തിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് വയുസ്തഹബ്ബു ബഅദ സുന്നത്തി, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അയ്യസ്തഖ്ബിലൽ ഇമാമു അന്നാസ, ഇമാമ് ജനങ്ങളിലേക്ക് ഫേസ് ടു ഫേസ് ആയി ഇരിക്കണം, മുഖാമുഖം തിരിഞ്ഞിരിക്കണം.
ഷാഫിഈ മദ്ഹബിലൊക്കെ ഇമാമ് ഇടതുഭാഗത്തേക്കല്ലേ തിരിഞ്ഞിരിക്കുക, ഒരു ഭാഗത്തേക്ക്, ഒരു സൈഡിലേക്കല്ലേ ചരിഞ്ഞിരിക്കുക ഷാഫി മദ്ഹബിൽ. ഹനഫി മദ്ഹബിൽ ഇമാമ് ദുആയ്ക്ക് വേണ്ടി ഇരിക്കേണ്ടത് എങ്ങോട്ടാണ്? മഅ്മൂമീങ്ങളെ, അതായത് ഇമാമിന്റെ പിറകിൽ ഇരിക്കുന്ന ആളുകളിലേക്ക് നേരെ തിരിഞ്ഞിരിക്കണം. ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിച്ച ആളുകളുടെ നേരെ തിരിഞ്ഞിരിക്കണം. അത് സുന്നത്താണ്. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സ്വല്ല അഖ്ബല അലൈനാ ബിവജ്ഹിഹി, ഹദീസിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം, ഫർദ് നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുമായിരുന്നു. ദുആ ചെയ്യാൻ വേണ്ടി, ദിക്ർ ചൊല്ലാൻ വേണ്ടി പൊന്നാര മുത്തുനബി തങ്ങൾ ഞങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുമായിരുന്നു. ഹദീസിലുണ്ട്. വ ഇൻശാഅ ഇൻഹറഫ അൻ യമീനിഹി, അത് മറ്റൊരു അഭിപ്രായമാണ്. വേണമെങ്കിൽ ഇമാമ വേണമെങ്കിൽ എന്ത് ചെയ്തോട്ടെ, വജഅലൽ ഖിബ്ലത അൻ യസാരിഹി, ഖിബ്ല ഇമാമിന്റെ ഇടതുഭാഗത്ത് വരുന്ന രീതിയിൽ വേണമെങ്കിൽ ഇമാമിന് ചരിഞ്ഞും ഇരിക്കാം. എങ്കിലും വഹാദാ ഔല, ഏറ്റവും നല്ല രൂപം ജനങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോ ഹനഫി മദ്ഹബില് ഏറ്റവും നല്ല രൂപം, ഇമാമ് തിരിഞ്ഞിരിക്കേണ്ടത് എങ്ങോട്ടാണ്? മഅ്മൂമീങ്ങളിലേക്കാണ്. ഇമാമിന്റെ പിറകിൽ നിസ്കരിക്കുന്ന ആളുകളിലേക്ക് മുഖാമുഖം, ഇമാമ് അവരിലേക്ക്, അവർ ഇമാമിലേക്ക് എന്ന രൂപത്തിലിരിക്കലാണ്. അങ്ങനെ ഇരുന്നിട്ട് അപ്പം ഇമാമ് സുന്നത്ത് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് ഇമാമ് ജനങ്ങളിലേക്ക് തിരിഞ്ഞ് ഇരുന്നു. സുമ്മ, അവിടെ സുമ്മ ഇട്ടിട്ടാ പറയുന്ന. അതിനുശേഷം, അപ്പൊ ഇരുന്നതിന് ശേഷം യസ്തഗ്ഫിറൂനല്ലാഹ സലാസൻ, 3 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലണം. അത് സുന്നത്താണ്. ഫർദ് നിസ്കാരം കഴിയുമ്പോ 3 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. എന്താണ്? മനിസ്തഗ്ഫറല്ലാഹ തആല ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 3 മർറാത്തിൻ, ആരെങ്കിലും എല്ലാ ഫർദ് നിസ്കാരത്തിനും ശേഷം 3 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്? ഫഖാല അസ്തഗ്ഫിറുല്ലാഹൽ അല്ലദീ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അത്തൂബു ഇലൈഹി. എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അത്തൂബു ഇലൈഹി. ഇങ്ങനെ 3 തവണ പറഞ്ഞാൽ ഗുഫിറത്ത് ദുനൂബുഹു, ഗുഫിറത്ത് ദുനൂബുഹു വ ഇൻ കാന ഫാറം മിനസ് സഖഫി. ഹദീസിലുള്ളതാണ്. ഇമാം അബൂ ദാവൂദ് അതുപോലെ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതാണ്. ഇങ്ങനെ 3 തവണ ആരെങ്കിലും ഇസ്തിഗ്ഫാർ ഫർദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചൊല്ലിയാൽ ഉള്ള നേട്ടം എന്താണ്? അവന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ആ യുദ്ധത്തിന്റെ ഇടയിൽ നിന്ന് അവൻ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിലും വലിയ തെറ്റാണ്, വലിയ പാപമാണ്. യുദ്ധത്തിന്റെ ഇടയിൽ നിന്ന് ഒളിച്ചോടി പോവാ, യുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ ശത്രുക്കളെ പേടിച്ച് ഭയപ്പെട്ട് ഒളിച്ചോടി പോവുക, അത് വലിയ തെറ്റാണ്. അങ്ങനത്തെ വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും അവന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, വലിയ നേട്ടമല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? സലാം വീട്ടി കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പറയേണ്ട വാചകം എന്താണ്? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അത്തൂബു ഇലൈഹി. ഇത് പറയണം. ചില
അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത് ഇസ്തിഗ്ഫാറിന്റെ ചെറിയ ഒരു രൂപമാണ്. അത് പറഞ്ഞാലും മതി. പക്ഷെ ഇമാമിയങ്ങൾ കിതാബിൽ പഠിപ്പിച്ചത് ഇതാണ്. അപ്പൊ 3 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലി. ഇനി എന്താണ് ചെയ്യുന്നത്? സുമ്മ യഖറഊന ആയത്തുൽ കുർസി വൽ മുഅവ്വിദാതി വയുസബ്ബിഹൂന അല്ലാഹ 33 വയഹ്മദൂനഹു കദാലിക വയുകബ്ബിറൂനഹു കദാലിക. പിന്നെ ആയത്തുൽ കുർസി ഓതണം. ആയത്തുൽ കുർസി വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത് അല്ലേ? ആ ആയത്തുൽ കുർസിയെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൻ ഖറഅ ആയത്തുൽ കുർസി, ആരാണോ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കും ശേഷം, ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞ് എല്ലാ നിസ്കാരങ്ങൾക്കും ശേഷം ആയത്തുൽ കുർസി ആരാണോ ഓതുന്നത്, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലൽ മൗത്ത്, അവന് സ്വർഗ്ഗത്തിൽ കടക്കാൻ പിന്നെ ഒരു തടസ്സം ഉണ്ടാവൂല. ആകെയുള്ള ഒരു തടസ്സം മരണമാണ്. മരണം എന്നതല്ലാതെ മറ്റൊരു തടസ്സമില്ല. അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഉറപ്പായും അവന് സ്വർഗമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഉറപ്പായും സ്വർഗമാണ്. സ്വർഗത്തിൽ കടക്കാൻ മറ്റൊരു തടസ്സവും അവന് ഉണ്ടാവുകയില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. വമൻ ഖറഅഹ ഹീന യഅഖുദു മൽജഅഹു, കിടക്കാൻ വേണ്ടി പോകുന്ന നേരത്ത്, ഒരാൾ ഉറങ്ങാൻ വേണ്ടി പോകുന്ന നേരത്ത് ആയത്തുൽ കുർസി ഓതിയിട്ട് കിടന്നാൽ ആമനഹുല്ലാഹു അലാ ദാരിഹി വദാരി ജാരിഹി വഅഹ്ലി, അവന്റെ വീട്, അവൻ ഈ ആയത്തുൽ കുർസി ഓതിയവന്റെ വീട്, അതുപോലെ അവന്റെ തൊട്ട അയൽവാസികളുടെ വീട്, മാത്രമല്ല അവന് ചുറ്റുമുള്ള മറ്റ് അയൽവാസികളുടെയും വീടിനെ ആമനഹുല്ലാഹു, അല്ലാഹു തആല സംരക്ഷിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് വലിയ നേട്ടമാണല്ലേ! ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എന്ത് ചെയ്താൽ മതി? എത്ര മിനിറ്റ് വേണം ഒരു ആയത്തുൽ കുർസി ഓതാൻ? അരമണിക്കൂറോ? എവിടുന്ന്? 1 മിനിറ്റ് അല്ലേ? 1 മിനിറ്റ് സമയം മതി ഒരു ആയത്തുൽ കുർസി ഓതാൻ. നമ്മൾ ആയത്തുൽ കുർസി ഓതുമ്പോൾ നേട്ടം, നമ്മുടെ വീട്, നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസികളുടെ വീട്, ഈ വീടുകളൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. അപ്പൊ ചിലർ ചിന്തിക്കും, എന്നാ പിന്നെ ഞാൻ ഓതുന്നില്ല. എന്തേ കാരണം? അത് എന്റെ അയൽവാസി അത്രത്തോളം മോശപ്പെട്ടവനാ, ഞാൻ കാരണം ഇപ്പൊ അങ്ങനെ അവന്റെ വീട് അല്ലാഹു സംരക്ഷിക്കണ്ട. അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അവന്റെ വീട്ടിലൊരു മുസീബത്ത് വന്നാൽ അത് നമ്മളെയും ബാധിക്കും. അങ്ങനത്തെ എത്ര ആപത്തുകൾ, അങ്ങനെ എത്ര അപകടങ്ങളുണ്ട് അല്ലേ? അവന്റെ വീടിനെ ലക്ഷ്യമാക്കി വരുന്ന ചില മുസീബത്ത്, ചില അപകടങ്ങൾ, അത് പൊളിഞ്ഞു വീഴുമ്പോ ആരെയും ബാധിക്കും? നമ്മുടെ വീടിനെയും അത് ബാധിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നീ കിടക്കാൻ നേരത്തെ ഒരു ആയത്തുൽ കുർസി ഓതിയിട്ട് കിടന്നാൽ നിന്റെ വീട് മാത്രമല്ല, നിന്റെ ചുറ്റുവട്ടത്തുള്ള, നിന്റെ അയൽപ്പക്കത്തുള്ള വീടിന് പോലും അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷണം കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആയത്തുൽ കുർസിയിന് വലിയ മഹത്വമുണ്ട്. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി ഓതുക. ആയത്തുൽ കുർസി ഓതിയാൽ ഉള്ള ഗുണം എന്താണ്? സ്വർഗത്തിൽ കടക്കാൻ ഒരു തടസ്സവും ഇല്ല. ആകെയുള്ള ഒരു തടസ്സം പിന്നെ മരിക്കുക എന്നതാണ്. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായും അവന് സ്വർഗമുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പം ആയത്തുൽ കുർസി ഓതുക നിസ്കാരം, ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട്. അതുപോലെ വൽ മുഅവ്വിദാതി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്തും, ഇതിനാണ് മുഅവ്വിദാത്ത് എന്ന് പറയുന്നത്. കാവലിനെ ചോദിക്കുന്ന 2 സൂറത്തുകൾ. അപ്പൊ ആയത്തുൽ കുർസി കഴിഞ്ഞിട്ട് ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുക, അതുപോലെ ഒരു ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആവുന്ന സ്വഹാബിയോട്
നബിതങ്ങൾ പറഞ്ഞു, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു, അൻ അഖറഅ അൽ മുഅവ്വിദാതി ഫി ദുബരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരങ്ങൾ കഴിഞ്ഞ ഉടനെയും കുൽ അഊദു ബിറബ്ബിൽ ഫലഖും കുൽ അഊദു ബിറബ്ബിൻ നാസും നീ ഓതണം എന്ന് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു. അപ്പോ ആയത്തെ കുറിച്ച് ഓതുക, അതുപോലെ കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് കുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നിവ ഓതുക. അത് കഴിഞ്ഞിട്ട് വയുസബ്ബിഹൂനല്ലാഹ സലാസൻ വസലാസീന 33 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. എന്ത് പറയണം? സുബ്ഹാനല്ലാഹ്. തസ്ബീഹ് മാല കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് സൂ 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 എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഇല്ല, ചിലര് ഇങ്ങനെ ആകെ ഒരു സൂ എന്ന സൗണ്ട് മാത്രം കേൾക്കും. തസ്ബീഹ് മണി ഇങ്ങനെ മറിയുന്നുണ്ടാവും. ചില പള്ളിയില് ഇമാമ സുബ്ഹാനല്ലാഹ് എന്ന് പറയും, പുറയിരിക്കുന്ന ആളുകൾ ഇങ്ങനെ എണ്ണി തുടങ്ങുമ്പോഴേ പിന്നെ ഇമാമ പെട്ടെന്ന് അൽഹംദുലില്ലാഹ് പറയും. എന്നാ പിന്നെ അൽഹംദുലില്ലാഹ് ചൊല്ലാന്ന് കരുതിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ അപ്പോഴത്തേക്ക് അല്ലാഹു അക്ബർ പറയും. പക്ഷെ ചൊല്ലണം. എത്ര തവണ ചൊല്ലണം? 33 തവണ ചൊല്ലണം, എണ്ണി ചൊല്ലണം. അത് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ എണ്ണം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എത്ര തവണ ചൊല്ലണം? വയുസബ്ബിഹൂനല്ലാഹ സലാസൻ വസലാസീന 33 തവണ ചൊല്ലണം. എന്ത് പറയണം? സുബ്ഹാനല്ലാഹ്. ആ 1 തൊട്ട് 33 തവണ വരെ എണ്ണുമ്പോഴും എന്ത് തന്നെ ആയിരിക്കണം പറയേണ്ടത്? സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലാതെ ആദ്യത്തെ കുറച്ച് തവണ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അത് കഴിഞ്ഞ് പിന്നെ എല്ലാം സൂ 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 സൂ, അങ്ങനല്ല. മുഴുവനും 33 തവണയും ചൊല്ലേണ്ടത് എന്താണ്? സുബ്ഹാനല്ലാഹ്. വയഹ്മിദൂനഹു കദാലിക, അതേപോലെ 33 തവണ അൽഹംദുലില്ലാഹ് വ്യക്തമായി പറയണം. അൽഹംദുലില്ലാഹ്. നേരത്തെ സുബ്ഹാനല്ലാഹുടെ കഥ പറഞ്ഞതുപോലെ തസ്ബീമാണ് എടുത്തിന് അൽഹംദുലില്ലാഹ് 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 അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, കൂലി കിട്ടൂല. അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കലല്ലേ? തംലഉൽ മീസാൻ എന്നാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്. ഒരു അൽഹംദുലില്ലാഹ് ഒരാൾ പറയുമ്പോ മീസാൻ, നന്മതിന്മകൾ തൂക്കുന്ന തുലാസിന് ഭാരം കൂടുമെന്നാണ്. ആ മീസാനിൽ, തുലാസിൽ ഏറ്റവും വലിയ ഭാരമുള്ള സംഗതിയായി മാറും നമ്മൾ എത്രത്തോളം അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു, അത്രയും ഭാരം കൂടും. അപ്പോ അൽഹംദുലില്ലാഹ് എത്ര തവണ പറയണം? 33 തവണ പറയണം. വയുകബ്ബിറൂനഹു കദാലിക 33 തവണ അല്ലാഹു അക്ബറും പറയണം. അപ്പൊ 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 33 തവണ അല്ലാഹു അക്ബർ. അപ്പൊ എത്രയായി? 33 33 33 ആയപ്പോ 99 ആയി. സുമ്മ യഖൂലൂന, അതിനുശേഷം പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു തവണ പറയണം. ഇത് എത്ര തവണ പറയണം? ഒരു തവണ പറയണം. അപ്പൊ 99 പ്ലസ് 1 അപ്പൊ എത്രയായി? 100 ആയി. അപ്പൊ 100 ദിക്റായി അല്ലേ? അത്രയും ദിക്ർ പറഞ്ഞിട്ട് സുമ്മ യദഊന ലിഅൻഫുസിഹിം വലിൽ മുസ്ലിമീന ബിൽ അദിയത്തിൽ മഅ്സൂറത്തിൽ ജാമിഅ. ഇമാമിങ്ങൾ പഠിപ്പിക്കുക, ഒറ്റയ്ക്കാ നിസ്കരിക്കുന്നെങ്കിൽ സ്വന്തം നഫ്സിന് വേണ്ടി ദുആ ഇറക്കണം. കൂട്ടമായിട്ട് ദുആ ഇറക്കുമ്പോ എല്ലാവർക്കും വേണ്ടി ദുആ ഇറക്കണം. എങ്ങനത്തെ ദുആ ആയിരിക്കണം? ഇങ്ങനെ പ്രാസം ഒപ്പിച്ച് ദുആ ചെയ്യുന്നതിനെക്കാട്ടിലും ഹദീസിലും ഖുർആനിലും വന്ന ദുആ, ആ ദുആ ചെയ്യലാണ് ഏറ്റവും നല്ലത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത് ഖുർആനിൽ വന്ന ഒരു ദുആയാണ്. ഇത് വലിയ ദുആയാണ്. കേൾക്കാൻ ഇത്രയേ ഉള്ളൂ, പക്ഷെ അതിന്റെ അർത്ഥം വലുതാണ്. ചില വലിയ ആലിമീങ്ങളൊക്കെ നമ്മൾ ദ്വാരപ്പിന് വിളിക്കുമ്പോ ചിലപ്പോ 2-3 വാക്കിൽ ദുആ പറഞ്ഞങ്ങ് നിർത്തും. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടൂല. വേറെ ചിലരെ വിളിക്കുമ്പോ മണിക്കൂറുകളോളം നീട്ടി ദ്വാരക്കും. അവരെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്.
പക്ഷെ അവരാ നീട്ടി പറഞ്ഞതിനെക്കാട്ടിലും എഫക്റ്റ് ചെയ്യുന്നത് ഈ ചെറിയ ദുആയ്ക്കായിരിക്കും. കാരണം അവര് ഖുർആനിലും ഹദീസിലും വന്ന ദുആകൾ അതായിരിക്കും അവർ ചെയ്തത്. ഏതായിരുന്നാലും ഹദീസിലും ഖുർആനിലും വന്ന ദുആ കൊണ്ട് ദുആ ചെയ്യണം. എങ്ങനെയാണ് ദുആ ഇറക്കേണ്ടത്? റാഫിഇ ഐദീഹിം, കൈകളൊക്കെ ഉയർത്തിപ്പിടിച്ചു വെച്ചുകൊണ്ട് വേണം ദുആ ഇറക്കാൻ. കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു വെച്ചുകൊണ്ട് വേണം ദുആ ഇറക്കാൻ. ചിലർ ദുആ ഇറക്കണത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കൈ ഒന്നെങ്കിൽ ഒന്നിന്റെ മണ്ടയ്ക്ക് ഒന്ന്, ചിലപ്പോ കൈ താടിക്ക്, ചിലപ്പോ ഇങ്ങനെ ഇരുന്നാടാൻ ദുആ ഇറക്കുക, ഇങ്ങനെ മുഖമൊക്കെ പൊത്തിയിട്ട്. ചിലർ ഇങ്ങനെ പിടിച്ചിട്ടാണ് ദുആ ഇറക്കുക. ചിലര് കൈ രണ്ടും വെച്ചിട്ട് മടിയിൽ ഇങ്ങനെ വെക്കും, ഒരു അലസന്മാരെ പോലെ. വേണമെങ്കിൽ റബ്ബേ നീ എനിക്ക് തന്നാ മതി എന്ന ഒരർത്ഥത്തില് കൈ ഇങ്ങനെ മടി വെച്ചിട്ട് ഒരു കോലം കെട്ടൊരിരുത്തം. അങ്ങനല്ല, രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് ദുആ ഇറക്കണം. ഇതാണ് ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, ദുആ കഴിയുമ്പോ ثم يمسحون بها وجوههم في آخره, ആ ദുആയുടെ അവസാനം ആ കൈവെള്ള കൊണ്ട് മുഖം തടകുകയും വേണം. അത് സുന്നത്താണ്. ഹനഫി മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പം നിസ്കാരം കഴിഞ്ഞ് മൂട്ടിലെ പൊടിയും തട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് ഓടുകയല്ല വേണ്ടത്. നിസ്കാരം കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ദുആ ചെയ്യണം. ഇമാമു ദുആ ഇറക്കുമ്പോൾ ഉറക്കെ ആമീൻ പറയണം. അത് ജമാഅത്തായി ചെയ്യുന്ന കൂട്ട പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാബത്തുണ്ട്. അപ്പം ഇമാമും ജമാഅത്തുമായി ഇത്രയും നേരം ഇമാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ച് ഇമാമ് ചെയ്യുന്നത് പോലൊക്കെ ചെയ്ത്, എന്നിട്ട് ഇമാമ് ദുആ ഇറക്കുമ്പോൾ ഇയാൾ ആമീൻ പറയുന്നില്ല, ഇയാൾ സ്വന്തമായിട്ട് മാറിയിരുന്ന് ആമീൻ പറയാ, അല്ലെങ്കിൽ മാറിയിരുന്ന് സ്വന്തമായിട്ട് ദുആ ഇറക്കുക, അത് അദബ് കേടാണ്. അത് ശരിയല്ലല്ലോ. ഇത്രയും നേരം ഇമാമ് വേണമായിരുന്നു. ഇമാമിന്റെ കൂടെ റുകൂഉ, ഇമാമിന്റെ കൂടെ സുജൂദ്, ഇമാമ് സലാം വീട്ടിയപ്പം ഇവനും സലാം വീട്ടി. അപ്പൊ ഇനിയുള്ള കാര്യം അതും ഇമാമിന്റെ കൂടെ തന്നെ ചെയ്യണം. അതും ഇമാമിന്റെ കൂടെ തന്നെ വേണം. ജുഇലൽ ഇമാമു ലിയുത്തമ്മ ബിഹി എന്നല്ലേ? ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടത് ഇമാമിനെ തുടരാൻ വേണ്ടിയാണ്. ഇമാമ് ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യണം. ഇമാമ് ദുആ ഇറക്കുന്നു, നമ്മൾ ആമീൻ പറയണം. അങ്ങനെയാണ് വേണ്ടത്. അതാണ് അദബ് എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ ദുആ കഴിഞ്ഞിട്ട് മുഖം തടകണം. ആ കൈവെള്ള കൊണ്ട് മുഖം തടകണം. ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ആകുന്ന സ്വഹാബി ചോദിച്ചു, നബിയെ, അയ്യു ദുആഇ അസ്മഉ, അല്ലാഹു ഏറ്റവും കൂടുതൽ ഫാസ്റ്റായി അല്ലാഹു പെട്ടെന്ന് കേൾക്കുന്ന പ്രാർത്ഥന ഏതാണ് നബിയെ? അള്ളാന്റെ റസൂലിനോട് ചോദിച്ചാണ്. അല്ലാഹു തആല പെട്ടെന്ന് കേൾക്കുന്ന എല്ലാ ദുആയും പടച്ചോൻ കേൾക്കും, പക്ഷെ പെട്ടെന്ന് പരിഹാരം കിട്ടുന്ന ദുആ ഏതാണ് നബിയെ? ഖാല, അള്ളാന്റെ റസൂല് പറഞ്ഞു, ജൗഫൽ ലൈലിൽ അഖീർ, രാത്രിയുടെ അവസാന സമയത്ത് ചെയ്യുന്ന പ്രാർത്ഥന. വെളുപ്പിന് സുബഹിക്ക് ബാങ്കിന് മുമ്പ് ചെയ്യുന്ന ആ പ്രാർത്ഥന, അതിനാണ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പം ഏറ്റവും അല്ലാഹു തആല ദുആയ്ക്ക് ഇജാബത്ത് ചെയ്യുന്ന, ഫാസ്റ്റായി അല്ലാഹു തആല പരിഹാരം നൽകുന്ന സമയം എപ്പോഴത്തെ ദുആയാണ്? രാത്രിയുടെ അവസാന സമയത്തിലെ ദുആ. പിന്നെ ദുബറ സ്വലവാത്തിൽ മക്തൂബാത്തി, ഫർള് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്ന് ചെയ്യുന്ന ദുആ. ആ ദുആയ്ക്കും വളരെ വലിയ ഇജാബത്താണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാണ്, മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, മുആദ്, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. ഊസീക യാ മുആദ്, നിന്നോട് ഞാൻ ചില കാര്യങ്ങൾ വസിയത്ത് ചെയ്യാം മുആദ്. ലാ തദഅന്ന ദുബറ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന് ശേഷവും നീ ദുആ ചെയ്യാതെ ദുആഇനെ ഒഴിവാക്കരുത്, ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്നൊക്കെ പറഞ്ഞ് നീ ദുആ ഇറക്കണം.
അപ്പോ നിസ്കാരത്തിന് ശേഷം ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, ജമാഅത്താണെങ്കിൽ ജമാഅത്തായി ദ്വാരക്കണം. ചില പള്ളികളിൽ ഇമാമ ദ്വാരക്കും. അപ്പം ഇമാമിനെക്കാളും വലിയ ഖാദിയും വലിയ ഖോജായും ചമന് ചില ആളുകൾ കൈതാത്തിയിട്ട് അവരിങ്ങനെ സ്വന്തമായിട്ട് ദിക്ർ ചൊല്ലുന്നു. അവർ സ്വന്തമായിട്ട് പിന്നെ അങ്ങോട്ട് മാറിപ്പോയിരുന്ന് ദുആ ചെയ്യുന്നു. അത് അദബുകേടാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഖം തടകണം, ദുആ ചെയ്തതിന് ശേഷം മുഖം തടകണം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ദഅൗതല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഫദ്ഉ ബിബാതിനി കഫൈക, നിങ്ങളുടെ കൈവെള്ളകൾ നിവർത്തി വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. വലാ തദ്ഉ ബിളുഹൂരിഹിമാ, കൈ കമഴ്ത്തി പിടിച്ചുകൊണ്ട്, അഥവാ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ദ്വാരക്കരുത്, ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ ദുആ ചെയ്യാൻ. ഫഇദാ ഫറഗ്ത, ദുആ കഴിയുമ്പോ ഫംസഹ് ബിഹാ വജ്ഹക, ദുആ കഴിയുമ്പോ നീ നിന്റെ കൈകൊണ്ട് നിന്റെ മുഖത്തെ തടവുകയും വേണം എന്ന് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ മറ്റ് ഇമാമിയങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ വലിയ മഹത്വമുണ്ട്. ചിലർ പറയും അത് ബിദ്അത്താണ്. ചില കപടവിശ്വാസികളായ ഈ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ബിദ്അത്തിന്റെ കക്ഷികളുണ്ടല്ലോ, അവർ പറയും ഇത് ബിദ്അത്താണ്. ഏത്? മുഖം തടവുക എന്നത് ബിദ്അത്താണ് എന്ന് പറയും. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇദാ ദഅൗതല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ ഫദ്ഉ ബിബാതിനി കഫൈക, നിങ്ങളുടെ കൈവെള്ളകൾ നിവർത്തി വെച്ചുകൊണ്ട് നീട്ടിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആരക്കണം. വലാ തദ്ഉ ബിളുഹൂരിഹിമാ, കൈ കമഴ്ത്തി പിടിച്ചുകൊണ്ട് ദുആ ചെയ്യരുത്. ഫഇദാ ഫറഗ്ത, ദുആ ചെയ്ത് കഴിയുമ്പോഴോ ഫംസഹ് ബിഹാ വജ്ഹക, നിന്റെ മുഖത്തെ ആ കൈ കൊണ്ട് നീ തടവുകയും വേണം. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അവസാനിപ്പിക്കാം. ദുആ എല്ലാം കഴിയുമ്പോൾ, ദുആ എല്ലാം കഴിഞ്ഞു, ദുആ എല്ലാം കഴിയുമ്പോൾ സുമ്മ യഖ്തിമൂന, പിന്നെന്താണ്? ബിഖൗലിഹി തആല, പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കൊണ്ട് ആ ദുആ അവസാനിപ്പിക്കണം. അതും നല്ലതാണ്, അതും സുന്നത്താണ്. ഏതാണ് ആ ആയത്ത്? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ, സൂറത്തു സ്വാഫാത്തിലെ ഒരു ആയത്താണ്. ഈ ആയത്ത് നമ്മളൊക്കെ ദ്വാരക്കും അങ്ങനെ പറയാറുണ്ട്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് ദുആ അവസാനിപ്പിക്കണം. അതും സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത്, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലിമൻ അഹബ്ബ അൻ യുക്താല ബിൽ മിക്യാലിൽ ഔഫാ മിനൽ അജ്രി യൗമൽ ഖിയാമത്തി ഫൽയകുൻ ആഖിറു കലാമിഹി ഇദാ ഖാമ മിൻ മജ്ലിസിഹി സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത്? അയ്യുക്താല ബിൽ മിക്യാലിൽ ഔഫാ മിനൽ അജ്രി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് നമ്മൾ ഈ ദുനിയാവിൽ ചെയ്ത നന്മകളൊക്കെ ഒട്ടും കുറയാതെ കൃത്യമായ അളവുകോല് വെച്ച് ആ പ്രതിഫലത്തെ അള്ളാഹു അളന്ന് തരണം, ഒട്ടും കുറയാതെ അളന്ന് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്താ അലി റളിയല്ലാഹുവിന് വലിയ ഗൗരവമുള്ള ഒരു വാക്കാണ് പറഞ്ഞത്. നാളെ ഖിയാമത്ത് നാളിലെ അല്ലാഹു തആല നമ്മൾ ചെയ്ത നന്മകൾക്ക് പ്രതിഫലം തരുമല്ലോ. ആ പ്രതിഫലം എത്രത്തോളം, നമ്മൾ ചെയ്ത നന്മകൾ എത്രത്തോളം നല്ലതാണ് കെട്ടതാണ്, എത്ര ശതമാനം പ്രതിഫലം വേണം, ഫുള്ള് വേണോ ഹാഫ് വേണോ എന്നൊക്കെ തീരുമാനിക്കാൻ അധികാരം ആർക്കാണ്? അല്ലാഹുവിനാണ്.
ആ റബ്ബിനോട് ആരും പരാതി പറയില്ല. നീ എന്താ റബ്ബെ കുറച്ചത് എന്നൊന്നും ആരും പരാതി പറയാൻ പോവില്ല. അപ്പൊ നമ്മൾ ചെയ്ത നന്മകൾക്ക് പൂർണ്ണമായ അളവുകോലുകൊണ്ട് അളന്ന് പ്രതിഫലം കിട്ടണം എന്ന് നിങ്ങളിൽ ആരെങ്കിലും കൊതിക്കുന്നുണ്ടെങ്കിൽ അവർ അവരുടേതായ ഒരു മജ്‌ലിസിൽ നിന്ന് ദുആ ചെയ്ത് പിരിയുന്ന നേരത്ത് അവസാന വാചകം എന്താകട്ടെ? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ എന്ന് പറയട്ടെ. അപ്പം അങ്ങനെ പറഞ്ഞാൽ പോലും അല്ലേ എല്ലാത്തിനും പ്രതിഫലം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം സുബ്ഹാനല്ലാഹ് വണ്ണമേറിയ അത് ഇപ്പൊ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിഫലം അതിനാണ്. കാരണം ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത് അല്ലേ, ഇതിനൊക്കെ നമ്മുടെ ചെറിയ ചെറിയ പാഴ്ചകൾ വരുമ്പോ വലിയ പ്രതിഫലം ഒറ്റയടിക്ക് കുറഞ്ഞ് ചെറിയ പ്രതിഫലമായി മാറും. ചിലപ്പം 100 കിട്ടേണ്ടടുത്ത് 10 കിട്ടുള്ളൂ. 1000 കിട്ടേണ്ടടുത്ത് ചിലപ്പോ 5 or 10 ഒക്കെ കിട്ടുള്ളൂ. 1000 കിട്ടേണ്ടടുത്ത് 1000 കിട്ടിയാലോ വലിയ നേട്ടമല്ലേ? ആഖിറത്തിൽ ചെല്ലുമ്പോ എത്രത്തോളം നന്മ കൂടുന്നവർക്കാണല്ലോ വലത് കൈയിൽ കിതാബ് കിട്ടുക. നന്മ കൂടുന്നവർക്കാണ് വലത് കൈയിൽ കിതാബ് കിട്ടുക, അല്ലാത്തവർക്ക് ഇടത് കൈയിലായിരിക്കും കിതാബ് കിട്ടുക. അപ്പോ ഏതായിരുന്നാലും അള്ളാഹു നമുക്ക് ഹസനാത്തുകൾക്ക് കൂടുതൽ പ്രതിഫലം അള്ളാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നിസ്കാരത്തിന് ശേഷം, ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം സുന്നത്ത് നിസ്കരിക്കേണ്ടത് എങ്ങനെ, ആ ഫർദിന്റെയും സുന്നത്ത് നിസ്കാരത്തിന്റെയും ഇടയിൽ എന്താണ് പറയേണ്ടത്, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് ഓതേണ്ടത്, ഇതൊക്കെ വളരെ കൃത്യമായി ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്നവരാണ്. ആര്? ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. സ്വഹാബികളെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹനഫി മദ്ഹബാണ് നമ്മൾ ഈ പറയുന്നത്. ആ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന രീതിയാണിത്. അപ്പൊ അന്ന് മുതലേ നിബിതങ്ങൾ ചെയ്തു, സഹാബത്ത് ചെയ്തു, താബിഈങ്ങൾ ചെയ്തു, തബഉ താബിഈങ്ങൾ ചെയ്തു, ഇമാമിങ്ങളൊക്കെ ചെയ്തു. എന്ത്? നിസ്കാരം കഴിഞ്ഞിട്ട് പൊടിയും തട്ടി പോകാതെ അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലി എന്താണ് ദുആ ഇറക്കണം. വലിയ മഹത്വമാണ്. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, ഇതൊക്കെ ചൊല്ലുമ്പോ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. സമുദ്രത്തിന്റെ തിരമാലയിൽ നിന്ന് അടിച്ചു വരുന്ന പതകൾ, നുരകൾ, ആ പതകൾക്കും നുരകൾക്കും സമാനമായ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹ് പുറത്തു തരും. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല എന്നത് ഒരു തവണ ചൊല്ലുമ്പോൾ എത്ര കൊടിയ പാപങ്ങളാണെങ്കിലും അല്ലാഹു പുറത്തു തരും. അപ്പൊ ഇതൊക്കെ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഹനഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഇതൊരു വലിയ ഒരു പാഠമായി അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.